വികസന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഗവൺമെന്റിന്റെ കുറെ പാളിച്ചകൾ ഉണ്ട്. അതുപോലെ തന്നെ കൊള്ളരുതായ്മകളും പോരായ്മകളൊക്കെ അത് മറച്ചു വെക്കാൻ അവരുമായി ബന്ധപ്പെട്ട പാർട്ടികൾ അത് ജനപ്രതിനിധികളുടെ തലയിൽ വെക്കുകയാണ്. ഗവൺമെന്റിന്റെ വീഴ്ചകളും കൊള്ളരുതായ്മകളും പോരായ്മകളും ജനപ്രതിനിധികളുടേതായി ചിത്രീകരിച്ച് അത് വലിയ തോതിലുള്ള ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച എന്ന് വെച്ചാൽ സിസ്റ്റം തകരാറിലായി എന്നുള്ളതാണ്. അത് സർക്കാർ സംവിധാനം തകരാറിലായി എന്നത് സംബന്ധിച്ചുള്ള ചർച്ചയാണ്. ഇത് ആരാ തുടക്കം കുറിച്ചത്? ഒരു ഇടതുപക്ഷക്കാരനായ വളരെ സാധാരണക്കാരനായ ഒരു ഡോക്ടർ, അദ്ദേഹമാണ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയക്ക് പോലുമുള്ള സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടിത്തുറന്ന് സമൂഹത്തോട് അദ്ദേഹത്തിന് പറയേണ്ടി വന്നത്. പിന്നെ കേരളത്തിലെ റോഡുകളുടെ സ്ഥിതി, മറ്റെല്ലാ മേഖലയിലും സർക്കാർ സംവിധാനം ആകെ താറുമാറായിട്ടുണ്ട്, സിസ്റ്റം തകരാറിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ തകരാറൊക്കെ നമ്മളും അനുഭവിക്കണം. അത് മണ്ണാർക്കാട് മണ്ഡലത്തിലേക്ക് വരുമ്പോഴും ആ ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ തകരാറുണ്ട്. ഇപ്പൊ ഇവിടെ 2 റോഡുകളുമായി ബന്ധപ്പെട്ടതാണ് വിഷയം. ഈ അട്ടപ്പാടി റോഡിലെ ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ കാരണം എന്താ? കരാറുകാരന്റെ വീഴ്ചയാണ്. ഇത് മഴയ്ക്ക് മുമ്പ് തീർക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആശങ്കയോടുകൂടി പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. എനിക്കറിയാം, മഴ പെയ്താൽ ഇന്ന പ്രതിസന്ധിയൊക്കെ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വലിയ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് ഉണ്ടാകും, റോഡ് പൊടിച്ചിട്ടിരിക്കുകയാണ്, അത് പ്രയാസം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് മഴയ്ക്ക് മുമ്പ് 2 ഷെഡ്യൂൾ മാർച്ച് 31 മുമ്പാണ് ശരിക്കും ഇയാളത് തീർക്കേണ്ടത്. 15 മാസം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ തീരൂല എന്ന് കണ്ടപ്പോൾ മെയ് 31-നകമെങ്കിലും തീർക്കാൻ വേണ്ടി 2 ഷെഡ്യൂളുകൾ ഉണ്ടാക്കി. ഏപ്രിൽ പകുതിക്ക് ശേഷം, അതുവരെയൊക്കെ കരാറുകാരന്റെ ആളുകളൊക്കെ എല്ലാത്തിനും ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തെ കാണാതെയായി. പിന്നെ ജൂലൈ 31 വരെ നീട്ടിക്കൊടുത്തത് ഗവൺമെന്റാണ്, കിഫ്ബിയാണ്, KRFB ആണ്. അതിൽ MLAക്ക് പങ്കൊന്നുമില്ല. പക്ഷെ അതിൽ ചിലപ്പോൾ ഒരു പ്രായോഗികത കൂടി നോക്കിയിട്ടുണ്ടാവും. ഈ പ്രവർത്തികൾ പൂർത്തിയാവണ്ടേ? നിങ്ങളൊരു ഡേറ്റ് പറഞ്ഞിട്ടാണ് തീർക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളതും അവർ നോക്കിയിട്ടുണ്ടാവും. പക്ഷെ അത് എന്റെ കുഴപ്പമായിരുന്നില്ല. ഏതായിരുന്നാലും ഇപ്പോ ജൂലൈ 31 തീർക്കണം എന്നാണ് ഗവൺമെന്റുമായിട്ട് കരാറുകാരനുള്ള എഗ്രിമെന്റ്. അപ്പൊ എന്ത് ചെയ്യാം? കരാറുകാരനെതിരെ ക്രിമിനൽ കേസ് എടുക്കാം. ആരാ എടുക്കേണ്ടത്? ഗവൺമെന്റ് എടുക്കണം. വിശ്വാസവഞ്ചനയാണ്, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. വിശ്വാസവഞ്ചന കാണിച്ച കരാറുകാരനെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്ത് ജയിലിലിടാം. ഒരു തർക്കമില്ല. ഗവൺമെന്റ് അതിന് സന്നദ്ധമായിട്ട് മുന്നോട്ട് വരണം. അത്ര വലിയ വൃത്തികേടാണ് ആ കരാറുകാരെ കാണിച്ചത്. കാരണം അയാളോട് നമ്മൾ മുഴുവൻ പണിയും പൂർത്തിയാകില്ലെങ്കിലും റോഡ് ട്രാൻസ്പോർട്ടബിൾ ആയിരിക്കണം. ആദ്യം ചെറുപ്പാടം വരെയുള്ള ആദ്യം തെങ്കര വരെ അയാള് ടാർ ചെയ്യാതെ തെങ്കര വരെ പിന്നാലെ നടന്ന് ചെയ്യിച്ചു. അവിടെ നിന്ന് ചെറുപ്പാടം വരെ കീറിയിട്ടു. ആ കീറിയിട്ടിട്ട് നമ്മളായിട്ടുള്ള അഗ്രിമെന്റ് എന്താ? ഏപ്രിൽ 20 ചെറുപ്പാടം വരെ തീരും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ വേറൊരു അപകടം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ അലൈൻമെന്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കിഫ്ബി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ അലൈൻമെന്റ് ഇപ്പൊ മാറ്റുകയാണ്. അത് വളവാണ്, തിരിവാണ്. ഇപ്പൊ അതെന്താ? ആ വളവും തിരിവും ഇവർക്ക് ആദ്യം ഓർമ്മയില്ല. ഇപ്പോഴാണ് അത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഏതായിരുന്നാലും ഉള്ള റോഡ് ട്രാൻസ്പോർട്ടബിൾ ആക്കാലോ. നിങ്ങൾ അലൈൻമെന്റ് മാറ്റിക്കോ. എന്റെ വാദം അതായിരുന്നു, ഉള്ള റോഡ് ട്രാൻസ്പോർട്ടബിൾ. അപ്പോ ഇതിനൊക്കെ വർക്ക് നടത്തിക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റാണ്. അതിന് ഹെഡിലിരിക്കുന്നത് മന്ത്രിയാണ്. അവരുടെ ഉത്തരവാദിത്തം നേരെ MLAന്റെ തലയിൽ വെക്കും. ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കേണ്ടത് ആരാ? പൊതുമരാമത്ത് വകുപ്പാണ്. അല്ലെങ്കിൽ ഇവിടെ അതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയും, അതാണ് KRFB. PWDയുടെ ഉദ്യോഗസ്ഥരെ തന്നെ വേറൊരു പ്ലാറ്റ്ഫോമിലേക്കാക്കി മാറ്റിയതാണ്. കിഫ്ബി ഇതിന് ഫണ്ട് ചെയ്യും. കിഫ്ബിയും ഇവരെ വിളിച്ച എല്ലാ ആലോചനയും നടത്തും. പിന്നെ MLAമാർ ചെയ്യേണ്ടത് എന്താ? ഇതിന് വേണ്ട എല്ലാ ഏകോപനവും. നിങ്ങളടക്കം സാക്ഷിയാണ്. ഈ റോഡിന് വേണ്ടി നമ്മൾ എത്ര യോഗം ചേർന്നിട്ടുണ്ട്? പൈപ്പിന്റെ പ്രശ്നങ്ങളായിരുന്നു ആദ്യം, എല്ലാം മാറ്റിക്കൊടുത്തു. ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റിക്കൊടുത്തു. മരം വെട്ടിക്കൊടുത്തു. ഇതിനൊക്കെ വേണ്ട ഏകോപനം നമ്മൾ ചെയ്തു. എന്നിട്ടും മരം ടെൻഡർ ചെയ്തിട്ട് എടുക്കാൻ ആളില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും വേറൊന്നും കൂടി ചോദിക്കട്ടെ. 2022 ഒക്ടോബർ മാസത്തിൽ മന്ത്രി റിയാസി റോഡ് സന്ദർശിച്ചു. എന്നോട് വിവരം അറിയിച്ച് ഞാനും പോയിരുന്നു. അന്ന് മന്ത്രി പറഞ്ഞ വാക്കെന്താ? 1 കൊല്ലം കൊണ്ട് ഈ മൊത്തം റോഡിന്റെ പണി പൂർത്തിയാവും. 1 കൊല്ലം. ഓരോ 3 മാസവും തിരുവനന്തപുരത്ത് ഇതിന്റെ റിവ്യൂ നടത്തും. അന്നത്തെ നിങ്ങളുടെ റെക്കോർഡ്സ് ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ പറ്റും. എന്നിട്ട് ഇപ്പൊ എന്തായി? നിരവധി തവണ ഈ കാര്യത്തിന് ഞാൻ മന്ത്രിയെ വീണ്ടും കണ്ടു. നിങ്ങൾ വന്ന അട്ടപ്പാടി റോഡ് എവിടെ എത്തിയിട്ടില്ല കേട്ടോ, ഇവരിങ്ങനെ പ്രശ്നമാണ്, കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് മന്ത്രിയെ കണ്ട് പറഞ്ഞു. മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ
അതിൽ രാഷ്ട്രീയം കലർത്താൻ ഞാൻ ഇതുവരെ ഈ 14 കൊല്ലം ശ്രമിച്ചിട്ടില്ല. ഈ എല്ലാവരും കൂട്ടിപ്പിടിച്ച് സഹകരിച്ച് പോവുക. ഇതിലൊക്കെ രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ നിന്നാൽ, കാരണം ഭരണം ഒരു വിഭാഗത്തിന്, പ്രതിപക്ഷ MLA, ഒരു ഘട്ടത്തിൽ ഞാൻ ഭരണകക്ഷിയുടെ MLA, ഇതൊക്കെയാണെങ്കിലും എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് പോകുന്നില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ അനാവശ്യമായ ചില വിവാദങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ വിശദീകരിക്കേണ്ടി വന്നത്. ഇതിൽ CPM ആ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, എന്ത് കരാറുകാരൻ ലീഗുകാരനാണ്. ഞാൻ ഇന്ന് വരെ കരാറുകാരന്റെ രാഷ്ട്രീയം അന്വേഷിച്ചിട്ടില്ല. ഹാരിസ് എന്നാണ് കരാറുകാരന്റെ പേര്. അയാൾ കാസർകോട്ടുകാരനാണ്, അതുകൊണ്ട് അയാൾ ലീഗുകാരനാണെന്നാണ് ധരിച്ചിരിക്കണം. ഇനി ലീഗുകാരനായി നോക്കാം. ലീഗുകാരനായതുകൊണ്ട് കിട്ടിയ കരാറില്ലല്ലോ. അയാൾ എഗ്രിമെന്റ് അയാളുടെ ടെൻഡറിൽ പ്രോസസ്സിൽ പങ്കെടുത്തു, അയാൾക്ക് കിട്ടിയതാണ്. അപ്പൊ എന്ന് കരുതി അയാളുകളോട് നമുക്ക് യാതൊരു അനുകമ്പയില്ല. അങ്ങനെ ഈ കരാറുകാരനെ ഗവൺമെന്റിനെ മോശമാക്കാൻ വേണ്ടിയിട്ട് കരാറുകാരനെ ഞാൻ വഴിവിട്ട് സഹായിച്ച് പണി കുഴപ്പത്തിലാക്കുന്നതാണ് CPM അട്ടപ്പാടി ഏരിയ കമ്മിറ്റിയുടെ ആരോപണം. അതെങ്ങനെ ചെയ്യാം? ഇതിന്റെ മൊത്തം പണി ഞാനാണല്ലോ കേൾക്കുന്നത്. എന്തൊക്കെ ആരുടെയൊക്കെ വീഴ്ചയാണെങ്കിലും ഇവിടെ ഇതിന്റെ തലയിൽ വെക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഞാനങ്ങനെ ചെയ്യും. അതാണ് CPM പറഞ്ഞ ഏക ആരോപണം, എന്ത് കരാറുകാരനെ MLA സഹായിക്കുക. പിന്നെ ജൂലൈ 31 വരെ നീട്ടിക്കൊടുത്തത് അത് ഞാനല്ല. പിന്നെ കരിമ്പട്ടികയിൽപ്പെടുത്തണം, ഇതാണ് CPMന്റെ ആവശ്യം. കരിമ്പട്ടികയിൽപ്പെടുത്താൻ നിങ്ങൾ നേതാക്കന്മാരോട് പറഞ്ഞാൽ മതി, കരിമ്പട്ടികയിൽപ്പെടുത്തണം. പിന്നെ അതിൽ എനിക്കൊരു വലിയ ആശങ്കയുണ്ട്. ഞാൻ പറയാം, ഒരു കരാറുകാരനെ മാറ്റി വേറൊരു കരാറുകാരൻ വരാൻ പരമാവധി ഇവനെ കൊണ്ട് തന്നെ സമ്മർദ്ദങ്ങളും പേടിപ്പിച്ചും നിയമ നടപടി സ്വീകരിച്ചും ചെയ്യിക്കണമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരു കരാറുകാരൻ പോയി പിന്നെ ഇതിന്റെ കണക്കും കൊടുത്ത് വേറൊരു കരാറുകാരൻ വരണമെങ്കിൽ കിഫ്ബിയുടെ ഒരു സംവിധാനത്തിൽ ഒരുപാട് മാസങ്ങൾ എടുക്കും. കാഞ്ഞിരപ്പുഴയിൽ എടുത്തിട്ടില്ലേ? കാഞ്ഞിരപ്പുഴയിൽ പഴയ കരാറുകാരൻ പോയി. ഇതൊക്കെ ഈ കിഫ്ബി നടപടികളുടെ സങ്കീർണതയാണ് ഒന്നാമത്തെ വില്ലൻ. കാരണം ഇതിന്റെ മുമ്പ് ഇവിടെ റോഡുകളും പാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണി തുടങ്ങിയാൽ 1 കൊല്ലം കൊണ്ട് 1.5 കൊല്ലം കൊണ്ട് പണി പൂർത്തിയാവും. എത്ര വലിയ പ്രോജക്റ്റ് ആയിരുന്നു. പക്ഷെ കിഫ്ബിയുടെ നടപടികൾ അങ്ങനെയല്ല. അപ്പൊ നാട്ടിൽ കിഫ്ബിയാണ് രീതിയെങ്കിൽ പിന്നെ അതിന്റെ കൂടെ നിൽക്കില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നത്തെ ഗവൺമെന്റിന്റെ കീഴിൽ കിഫ്ബിയെ കിട്ടും. കിഫ്ബി ആയതുകൊണ്ട് എന്റെ മണ്ഡലത്തിലേക്ക് വേണ്ടെന്ന് പറയുന്നു. പക്ഷെ കിഫ്ബിയുടെ പോരായ്മകൾ അകത്തും പുറത്തും നന്നായിട്ട് നമ്മൾ പറയും. കാരണം ഇത് പോരായ്മ ഒരുപാടുണ്ട്. ഇതിലെ ഒരു അമിതമായ സ്റ്റാൻഡേർഡ് വൽക്കരണത്തിൽ വലിയ എമൗണ്ടാണ് ഇതിനൊക്കെ വിനിയോഗിക്കുന്നത്. ഈ 8 കിലോമീറ്റർ റോഡ് പണിയെടുക്കാനുള്ള എമൗണ്ട് എത്ര അറിയാൽ? 44 കോടിയാണ്. ചുരം 30 കോടിയാണ്. ചുരത്തിന് ശേഷം അങ്ങോട്ട് 87 കോടിയാണ്. അപ്പോ എല്ലാം കൂടി 150 കോടിയുടെ മുകളിലുള്ള പദ്ധതിയാണ്. ഈ കാലത്തെ ഗവൺമെന്റ് ഇങ്ങനെയാണ് ചെയ്യുക. അന്ന് തോമസ് ഐസക് പറഞ്ഞ മാതിരി ഒരുപാട് കാലം ഈട് നിൽക്കുന്ന വർക്കായിരിക്കുന്നു. അപ്പൊ അതിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പൊ ആ പ്രവൃത്തി നടപ്പാക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്യാണ് നമ്മൾ ചെയ്തത്. പക്ഷെ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആളുകൾ പ്രയാസത്തിൽപ്പെടുന്നത്. ഏതായിരുന്നാലും ഇപ്പൊ ഇതിലുണ്ടാക്കിയ ഇതൊക്കെ ഇങ്ങനെ ആണെങ്കിലും നമ്മൾ ഇടപെടേണ്ടതും നമ്മൾ പറയേണ്ടതും നമ്മൾ തന്നെ ചെയ്യണമല്ലോ. ഇതിൽ നിരവധി ഇടപെടൽ നടത്തിയെന്നുള്ളത് ഞാൻ ആദ്യം വിശദീകരിച്ചു. അപ്പൊ ഇപ്പോൾ ഉള്ള ഒരു സംവിധാനം, ഇപ്പൊ അവിടെ ഒരു പിന്നെ വാഴ നടലും സംഗതിയൊക്കെ ഉണ്ടായിരുന്നു. വാഴ നടന്നതിന്റെ 4 ദിവസം മുമ്പേ ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് കിഫ്ബിയുടെ തലവൻ, അതിന്റെ CEO എബ്രഹാം സാർ കണ്ടിരുന്നു. അയാളോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അത് പ്രകാരം അദ്ദേഹം ഈ വാഴ നടുന്നതിന്റെ തലേ ദിവസം ഒരു മീറ്റിംഗ് വിളിച്ചു. അല്ലാതെ വാഴ നട്ടവർ കരുതുന്നത് എന്താ വെച്ചാൽ വാഴ ഇന്നലെ നട്ടു, മിനിയാന്ന് നട്ടു, ഇന്നലെ പണി തുടങ്ങി, വാഴ നട്ടപ്പോ പണി തുടങ്ങിയെന്ന അല്ല. അപ്പോ എബ്രഹാം സാർ ആ യോഗത്തിലെടുത്ത തീരുമാനം എന്താ വെച്ചാൽ, പെട്ടെന്ന് ഇപ്പോ മഴയത്ത് ടാർ ചെയ്യണമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. റോഡ് ട്രാൻസ്പോർട്ടബിൾ ആയിരിക്കണം. എവിടേക്കാണോ റോഡ് ട്രാൻസ്പോർട്ടബിൾ ആകുന്നതിന് തടസ്സമുള്ളത് അത് അടിയന്തരമായി നീക്കി കൊടുക്കണം. അത് കരാറുകാരന്റെ ചെലവിൽ ചെയ്യണം. ഇത് നമ്മൾ കൊടുത്ത പരാതിയെ തുടർന്ന് എബ്രഹാം സാർ എടുത്ത തീരുമാനമാണ്. അത് ആണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവിടെ റോഡ് ട്രാൻസ്പോർട്ടബിൾ ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മഴ മാറിയാൽ ഈ ചിറപ്പാടം വരെ കീറിയ ഭാഗം പൂർണ്ണമായി ടാർ ചെയ്യും. അതിനുശേഷമുള്ള ഈ അലൈൻമെന്റ് മാറ്റവും കൂടി പരിഗണിച്ചുള്ള വർക്കും ചെയ്ത് വൈകാതെ മാസങ്ങൾക്കുള്ളിൽ ഇത് പൂർത്തിയാക്കണമെന്നുള്ളതാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഇവരുടെ ഒരു തീരുമാനം. പിന്നെ വേറെ എന്നുള്ളത് ഇവിടെ മേലാറ്റൂർ റോഡാണ്, KO റോഡ് എന്നാണ് അതിനെ റെക്കോർഡിൽ പറയുന്നത്. കുമരപ്പുറത്ത് തൊഴിൽപ്പുഴ റോഡ്. ഇതിന് യോഗങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് ഇവിടെ ഉള്ള വേറൊരു വിമർശനം. ഇതിന് വേണ്ട യോഗം നടത്തിയിട്ടുണ്ട്. ആദ്യമായി ഇവരുടെ ഉദ്യോഗസ്ഥന്മാരുമായി 6 മാസം മുമ്പ് അലനല്ലൂർ പഞ്ചായത്ത് ഓഫീസിൽ യോഗം ചേർന്നു. നിങ്ങളിൽ പലരും സാക്ഷിയാണ്. റോഡ് സന്ദർശിച്ചു. അലനല്ലൂർ നിങ്ങൾക്ക് ഓരോ ഭാഗത്തും സന്ദർശിച്ചു. ഇതിൽ എന്തൊക്കെ വേണമെന്നുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം ജനപ്രതിനിധികളിലൂടെ അവരോട് പറഞ്ഞു. അത് പ്രകാരമാണ് ഈ റോഡിന്റെ മാപ്പ് തയ്യാറാക്കിയത്. അലനല്ലൂരും കോട്ടോപ്പാടത്തും ടൗൺ വികസനമുണ്ട്. പിന്നെ ചിലയിടത്ത് കട്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ അത്താണിപ്പടി അലനല്ലൂര് ഒരു
ആക്സിഡന്റ് പ്രോണാണ്. അവിടെ ഒരു ആക്സിഡന്റ് എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ എന്താ കാരണം വെച്ചാൽ റോഡ് ഒരു ഭാഗം ഉയരത്തിൽ ഒരു ഭാഗം താഴ്ന്നിട്ടാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് ലെവലാക്കാനുള്ള തീരുമാനമുണ്ട്. അങ്ങനെ അന്ന് ആളുകൾ പറഞ്ഞ എല്ലാ നിർദ്ദേശവും ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിലിപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ വീതി കുറവിനെ കുറിച്ച് പറയുന്നുണ്ട്. നിലവിൽ റോഡിന്റെ ടാർ പോർഷൻ 9 മീറ്ററാണ്. കിഫ്ബിയുടെ അഭിപ്രായത്തിൽ അവിടെ എവിടെയും കുറയ്ക്കുന്നില്ല. പക്ഷെ ടാർ കഴിഞ്ഞാൽ ഉടൻ ഡ്രൈനേജ്, അത് കിഫ്ബിയുടെ രീതിയാണ്. നമ്മളാരും പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് അവരാണ് തീരുമാനിക്കുന്നത്. ടാർ കഴിഞ്ഞാൽ റോഡിലെ വെള്ളം മുഴുവൻ ഡ്രൈനേജിലേക്ക്, അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പില്ല. അവർ പറയുന്നത് അതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഇടുമ്പോൾ ഈ ഡ്രൈനേജ് ഒക്കെ പിന്നെ മരങ്ങളും ഇതൊക്കെ വളർന്ന് ആകെ നാശമായി പോവാണ്. അപ്പൊ ഡ്രൈനേജ് പരിപാലിക്കണമെങ്കിൽ ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലം റോഡിന്റെ തന്നെയാണ്. അതിന് കല്ലിട്ട് അവരത് സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ അത് കിഫ്ബിയുടെ രീതിയാണ്. ഇതിനുള്ള മീറ്റിങ്ങുകൾ ആവശ്യത്തിന് ചേർന്നിട്ടുണ്ട്. പിന്നെ അതിലുള്ള എന്താ വെച്ചാൽ ഇപ്പോൾ കുണ്ടുകുഴികൾ നല്ലവണ്ണം അതിന്റെ കഷ്ടപ്പാട് ഞാനടക്കം അനുഭവിക്കുന്നുണ്ട്. അതാരും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നിർമ്മാണം നടക്കുന്ന 2 റോഡുകളിലുള്ള ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടിട്ടാണ് ഫലം ഉണ്ടാക്കുന്നത്. നിർമ്മാണം നടക്കുന്ന ഈ 2 റോഡിലും അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. അപ്പോ കുഴി അടക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. നല്ല മഴയാണ് ഇതുവരെ നിൽക്കാതെ പെയ്യുന്നത്. എന്ത് കൊണ്ടുപോയിട്ടാലും 1 മണിക്കൂർ കൊണ്ട് അത് പുറത്തേക്കാണ് കുഴിന്റെ. അപ്പൊ അതുകൊണ്ട് മഴയൊന്നും മാറിയാൽ നന്നായി കോറി മിക്സ് എല്ലാം കൊണ്ടുവന്നിട്ട് കോറി പൊടിയും വെറ്റ് മിക്സ് ആക്കിയിട്ട് കുഴി അടക്കാന്നുള്ളതാണ് മേലാറ്റൂർ റോഡിന്റെ കാര്യത്തിലുള്ള ധാരണ. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 15 ശേഷം മഴ മാറിയാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി ഒരു സർഫേസ് വർക്ക്, ഉപരിതലം കീറി പൊളിച്ചിട്ടുള്ള ടാർ ചെയ്യുന്ന ഒരു പ്രവൃത്തി ആ റോഡിൽ ചെയ്തു തരാം. ഇതാണിപ്പോ അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അത് 15 മാസം കൊണ്ട് ആ റോഡിന്റെ പണി പൂർത്തിയാക്കി തരാനാണ്. അതായത് കുമരമ്പത്തൂർ ചുങ്കത്തൊട്ട് കാഞ്ഞിരംപാറ വരെയാണ് ഈ റോഡ്. ഈ റോഡ് വരുന്ന എങ്ങനെയാണ്? ഈ റോഡ് നന്നാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെറ്റീഷൻ കൊടുത്തു, ഏതെങ്കിലും കാര്യമായ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ മണ്ഡലത്തിൽ ഉൾപ്പെടേണ്ടായിരുന്ന മലയോര ഹൈവേയുടെ പ്രപ്പോസൽ. ആ മലയോര ഹൈവേയുടെ പ്രപ്പോസൽ കുറച്ചുകൂടി അങ്ങോട്ട് മാറിയിട്ടായിരുന്നു, മലയോരത്തേക്ക് മാറിയിട്ടായിരുന്നു. വിവിധ റോഡുകൾ കണക്ട് ചെയ്തിട്ടായിരുന്നു ആ റോഡ് അന്നും അവർ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോഴാണ് അവിടെ ഗ്രീൻഫീൽഡ് ഹൈവേ വന്നത്. അപ്പോൾ ഈ മലയോര ഹൈവേ ഇങ്ങോട്ട് മാറി. അപ്പൊ മലയോര ഹൈവേ എങ്ങനെയാക്കി? നിലവിലുള്ള റോഡുകൾ കണക്ട് ചെയ്ത് പോകാം. മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന് കാഞ്ഞിരംപാറ വരെ ആ റോഡ് തന്നെ, ഈ മേലാറ്റൂർ റോഡ് തന്നെ മലയോര ഹൈവേ. അവിടെ നിന്ന് പിന്നെ കാഞ്ഞിരംപാറ മുതൽ ചുങ്കം വരെ നമ്മുടെ മണ്ഡലത്തിലെ ഈ 18 കിലോമീറ്റർ അത് മലയോര ഹൈവേ. ചുങ്കത്ത് നിന്ന് നാഷണൽ ഹൈവേയിൽ കടന്ന് പിന്നെ പാലക്കാട് എന്താണ് മലയോര ഹൈവേ വേറെ തിരിച്ചു പോകുന്നത്. ഇതൊക്കെ അതാത് കാലത്ത് സർക്കാരിന്റെ പദ്ധതികളാണ്. MLA എന്നുള്ളതിലേക്ക് അതുമായി ഇടപെട്ട് അതിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഇപ്പോ ഈ മഴയുടെ രൂക്ഷമായാൽ ഈ കുഴിയിലുള്ള മഴവെള്ളവും ഇതും അതിന്റെ ഒരു പ്രയാസം നാട്ടിലുണ്ടാവും, ഞാനില്ലാന്ന് പറയുന്നില്ല. പക്ഷെ നമ്മൾ കാണേണ്ടത് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ഘട്ടമാണ് ഈ 2 വർക്കും. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസത്തെ ആഘോഷമാക്കുക, ഇത് MLA കുഴപ്പമാണ് എന്ന് പറയാം. ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം, നിങ്ങളാണ്ട് പറയുമ്പോഴേക്ക് വിശ്വസിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്ത ആളുകളൊന്നുമല്ലല്ലോ ഈ മണ്ഡലത്തിൽ ജീവിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ 2 നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന റോഡുകളല്ലാതെ മണ്ണാർക്കാട് മണ്ഡലത്തിൽ മറ്റൊരു മണ്ഡലത്തിലുണ്ടാക്കാം. മണ്ണാർക്കാട് മണ്ഡലത്തിലെ വേറെ ഏത് റോഡിലും കുഴപ്പമില്ല. അവിടെ നിന്ന് എടുത്തോ, എടത്തനാട്ടുകാരെ ഉണ്ണിയാൽ കണ്ണംകൊണ്ട്, ആലനല്ലൂര് കണ്ണംകൊണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ അതിനകത്ത് എടത്തനാട്ടിന്റെ എല്ലാ റോഡും, പിന്നെ കാപ്പോറമ്പിലേക്ക് പോകുന്ന റോഡ്, അതുപോലെ തന്നെ പിലാച്ചോലേക്ക് പോകുന്ന റോഡ്, അഞ്ചനങ്ങാടിക്ക് പോകുന്ന റോഡ്, ഇതൊക്കെ റബ്ബറൈസ്ഡാണ്. എവിടെയും ഒരു കുണ്ടുകൂടിയില്ല. അവിടുന്ന് അലനല്ലൂർക്ക് വന്ന അലനല്ലൂര് കാര്യവട്ടം റോഡ്, അലനല്ലൂർ പുത്തൂർ റോഡ്, അവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് വന്ന ഓർമ്മയുള്ളതൊക്കെയാണ് പറയുന്നത്. കല്യാണക്കാപ്പ് മൈലാമ്പാടം റോഡ്, ഇങ്ങോട്ട് വന്ന ചങ്ങലേരി റോഡ്, MES പയ്യനടം റോഡ്, അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ ടിപ്പു സുൽത്താൻ റോഡ്. അതിപ്പോഴാണ് പണി പൂർത്തിയായത്. ഈ അട്ടപ്പാടി റോഡും മേലാറ്റൂർ റോഡും നിർമ്മാണത്തിലിരിക്കുകയാണ്. അതിന് ചില നിയമങ്ങളുണ്ട്. നിർമ്മാണത്തിലിരിക്കുന്ന റോട്ടിൽ അവിടെ ഒരു വലിയ വർക്ക് നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ മെയിൻ്റനൻസ് നടത്താൻ പാടില്ല. ആ നിയമം എനിക്കായിട്ട് മാറ്റാൻ പറ്റില്ല. അത് PWD മാനുവലിലുള്ള നിയമമാണ്. പിന്നെ അവിടെ ചെയ്യിക്കാൻ കഴിയുന്ന ഈ കുഴികൾ അടച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് ആ പണികൾ നടക്കുന്നത്. പിന്നെ ഈ സംഗതികൾ നിങ്ങൾ കാണേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിവിടെ 14 കൊല്ലം ജനപ്രതിനിധി ആയിരുന്നിട്ടുണ്ട്. ഈ നിർമ്മാണം നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ എല്ലാ സമയത്തും നടക്കുന്നത്. മണ്ണാർക്കാട് ടൗൺ വികസനം എന്തായിരുന്നു സ്ഥിതി? അന്ന് ഇതേമാതിരി ഒരു വർഷക്കാലത്ത് വെള്ളക്കെട്ടും മറ്റൊക്കെ ഉണ്ടായപ്പോൾ അതും നമ്മളെ മേലെ കൊണ്ടുവരാം. നാഷണൽ ഹൈവേന്റെ വർക്കായിരുന്നു. മണ്ണാർക്കാട് കുന്തിപ്പുഴ പാലം വികസിപ്പിച്ച് അതിന്റെ പരിസരം വികസിപ്പിച്ച് അവിടുന്നാണ് ഈ റോഡ് വികസനം തുടങ്ങുന്നത്.
അത് നമ്മൾ കാണിച്ചു കൊടുത്തൊരു വഴിയായിരുന്നു. MLA ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് കുന്തിപ്പുഴ പാലം വീതി കൂട്ടിയത്. എന്നിട്ട് ആ മണ്ണാർക്കാട് ടൗൺ നവീകരണത്തിന്റെ സമയത്ത് പ്രശ്നമുണ്ടായി. ഇന്ന് മണ്ണാർക്കാട് ടൗൺ ഗതാഗത കുരുക്കിന്റെ നാടല്ല, നല്ല സ്മൂത്തായിട്ട് യാത്ര ചെയ്യാം. അത് ആ ശ്രമമായിരുന്നു. പക്ഷെ അന്നും നമ്മൾ കേട്ടു. അതുപോലെ തന്നെ പയ്യനടം റോഡ് എന്തെല്ലാം കലപരിപാടി നടത്തി വെച്ചു. കിഫ്ബി കാലതാമസം ഉണ്ടാക്കി, ഇല്ലാന്ന് പറയില്ല. കിഫ്ബിയുടെ കാലതാമസമായിരുന്ന വില്ലൻ കോടതിയിൽ വരെ പോണ്ടി വന്നു. അവിടുത്തെ ഒരു പൊതുപ്രവർത്തകനെ കൊണ്ട് കോടതിയിൽ കേസ് കൊടുത്തു. മുസ്തഫ അന്ന് കേസ് കൊടുത്തത് ആ പിന്നെ പയ്യനടം റോഡിൽ കലാപുണ്ടാക്കി. പക്ഷെ ഇതൊക്കെ ഇന്ന് ഏറ്റവും ജനങ്ങൾക്ക് സൗകര്യമുള്ള റോഡുകളാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ 2 റോഡല്ലാതെ വേറെ എവിടെയും കൊണ്ടുകൂടിയായിട്ടുള്ള പ്രയാസങ്ങളില്ല. ഗ്രാമീണ റോഡുകൾ വരെ നമ്മൾ പരമാവധി നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ബഡ്ജറ്റ് ഫണ്ട് ഉപയോഗിച്ച് ഗ്രാമീണ റോഡ് നന്നാക്കിയത് 5 റോഡുകളുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും അവസാനം ഉദ്ഘാടനം ചെയ്ത വെള്ളപ്പാടം പുല്ലൂഞ്ചി റോഡൊക്കെ ഒന്ന് പോയി നോക്കുന്നത് ഹൈവേയുടെ സ്വഭാവത്തിലാണ് ഗ്രാമീണ റോഡുകൾ. അതിൽപ്പെട്ടതാണ് ബാംഗ്ലൂർ കുന്തിരക്കാട് റോഡ്. പണി മഴയത്താണ് നടക്കുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. മഴ അങ്ങനെ പെയ്യുന്നതിന് മുമ്പ് ഇത് കൊടുത്തിടാന്ന് പറയും. മഴ എല്ലാ കണക്കും തെറ്റിച്ചിട്ട് മാർച്ചിൽ തന്നെ മഴ അങ്ങ് തുടങ്ങുകയാണ്. വേങ്ങ കുന്തിരക്കാട് റോഡ് പണി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നല്ല മഴയാണ്. ചില ഭാഗങ്ങളിൽ ചില ടാറിന്റെ അടക്കം കരാറുകാരൻ പറഞ്ഞു ഇത് പൂർണ്ണമായും എന്റെ ഉത്തരവാദിത്തമാണ്. കാരണം എഞ്ചിനീയർമാർ പറഞ്ഞ പ്രകാരമൊക്കെ ഞാൻ ചെയ്തിരുന്നു. എന്നിട്ടും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, ഞാനത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. പക്ഷെ അത് വെച്ചിട്ടും സർക്കസ് കളിച്ചിരുന്നു. അത് വെച്ചിട്ടും വെറുതെ വാട്സപ്പ് ഉണ്ട്, കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് വെച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ ആക്കിയ നാട്ടിലൊരു അരക്ഷിതാവസ്ഥ വരെ. ജനപ്രതിനിധികൾ വരും പോവും, പക്ഷെ ഇങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ രാഷ്ട്രീയം കളിക്കണം. അപ്പോ അത് അയാളെ ഏറ്റെടുത്തു. അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ തീർത്തു തരാം എന്ന് പറഞ്ഞു. അപ്പോ ഈ പിന്നെ ഇവിടെയുള്ള നമ്മൾ കാണുന്നൊരു നയം എന്താ വെച്ചാല് വികസനം വന്നാൽ അത് LDF സർക്കാർ, വികസനം വരാത്ത പ്രോജക്റ്റുകളാണെങ്കിൽ അത് MLA-ന്റെ കുഴപ്പം, വന്ന പ്രോജക്റ്റ് പണി വൈകിയാൽ അതും MLA-ന്റെ കുഴപ്പം, പണി കഴിഞ്ഞാൽ നമ്മൾ. ഇപ്പൊ ഈ പറഞ്ഞ റോഡുകളിലൊക്കെ ഇത് ഗവൺമെന്റിന്റെ അഭിവാദ്യമൊക്കെ അർപ്പിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. ഇതെല്ലാം ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. കേന്ദ്രമുണ്ട്, കേരളമുണ്ട്, ഫെഡറൽ സംവിധാനമാണ്. മണ്ണാർക്കാട് ജനങ്ങളുടെ നികുതിയും കേരളത്തിന്റെ ട്രഷറി തന്നെ നടക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതിനനുസരിച്ചുള്ള വിഹിതം ഏത് ഭരണമായാലും മണ്ണാർക്കാട്ടുകാർക്ക് കിട്ടണം, എല്ലാ മണ്ഡലക്കാർക്കും കിട്ടണം. അത് ചോദിക്കാനും വാങ്ങാനൊക്കെ നമുക്കറിയാം, ചോദിച്ചിട്ടും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ചിലര് നമ്മളെ പഠിപ്പിക്കുകയാണ്. കിഫ്ബിക്കല്ല പരാതി കൊടുക്കേണ്ടത്, KRFBക്കാണ് പരാതി കൊടുക്കേണ്ടത്. ഇവർക്കൊക്കെ ഇതിന്റെ വല്ല ABCD അറിയും. ഇത് കൊടുക്കേണ്ടടുത്ത് നമ്മൾ കൊടുത്തു, അതിൽ ഇടപെട്ടു. കിഫ്ബിയാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്, ഫണ്ടിങ് ഏജൻസിയാണ്. KRFB എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പിന്നെ എന്താ പറയുക വർക്ക് നടത്താനുള്ള ഒരു ഏജൻസി. അതിന്റെ പേര് തന്നെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നാണ്. അങ്ങനെ കുറെ പദ്ധതികൾക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി വർക്ക് നടക്കുന്നുണ്ട്, അതിന്റെ ഏജൻസി വേറെ. ഈ സ്കൂളുകളൊക്കെ നടന്നു, അതിന്റെയൊക്കെ കെല്ല് ഇതുപോലുള്ള ഏജൻസികളാണ്. നമ്മുടെ കില അതിലൊരു ഏജൻസിയാണ്. അപ്പൊ ഇത് ഈ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന അതിന് വേണ്ട ഉദ്യോഗസ്ഥന്മാർ, കിഫ്ബിയുടെ കയ്യിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരില്ല. അപ്പൊ അതുകൊണ്ട് കിഫ്ബിക്ക് വേണ്ടി ഇത് ചെയ്യുന്ന ഏജൻസിയാണ്. പക്ഷെ ഇതിന്റെ നിയന്ത്രണവും കൺട്രോളും ഓരോന്നിനും പെർമിഷൻ കിട്ടുന്നത് കിഫ്ബിയിൽ നിന്നാണ്. ഏതായിരുന്നാലും അതിനൊന്നും ഞാൻ കൂടുതൽ മറുപടി പറയില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞ് 14 കൊല്ലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അപ്പൊ അത് ഞാനങ്ങനെ വിമർശനത്തിന് അതീതനൊന്നുമല്ല. എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു സർവവിജ്ഞാന കോശമല്ല. പക്ഷെ അത്യാവശ്യം പറയുമ്പോൾ മര്യാദ കാണിക്കണ്ടേ? ഇതൊക്കെ നമ്മൾ 14 കൊല്ലമായിട്ട് നിരന്തരം കിഫ്ബി, KRFB ഇതൊക്കെ മാസത്തിൽ പലതവണ ഇവരുടെ ഓഫീസുകൾ സന്ദർശിച്ച സന്ദർഭമുണ്ട്. 2 മാസത്തിലൊരിക്കൽ എന്തായാലും പോണ്ടിരും. ഇവിടെ ഒരുപാട് കിഫ്ബി വർക്കുകളുണ്ട്, ഇതൊക്കെ പൂർത്തിയായി. ഇനി 2 വർക്കേ ഉള്ളൂ. ഇതൊക്കെ ഇന്നലെ പൂർത്തിയായത് തന്നെയാണ്. ഇപ്പൊ ടിപ്പു സുൽത്താൻ റോഡാണ് ലാസ്റ്റ് പൂർത്തിയായത്. അതിന്റെ 3.5 കിലോമീറ്റർ മണ്ണാർക്കാട് മണ്ഡലത്തിലുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, നാട്ടുകാരെ പരാതി ഉണ്ടായിരുന്നു. അപ്പൊ അത് നിരന്തരം ബന്ധപ്പെട്ടാണ് അതെല്ലാം പരിഹരിച്ചത്. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ഞാനത് പറയാൻ ഉദ്ദേശിച്ചത് ഗവൺമെന്റ് സംവിധാനത്തിന്റെ വലിയ വീഴ്ചയുണ്ട്, പോരായ്മയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത് MLA-യുടെ തലയിൽ വെക്കാനുള്ള ഈ ശ്രമം അത് ശരിയല്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നാട്ടുകാർക്കുണ്ട്. പിന്നെ മീറ്റിങ്ങുകളൊന്നും മണ്ഡലത്തിൽ ചേരാൻ MLA-ക്ക് ഒഴിവില്ല എന്നാണ് ചിലർ കണ്ടത്. അങ്ങനെ ഒഴിവില്ലാത്തൊരു പ്രശ്നമൊന്നുമില്ല. എനിക്ക് വേറെ പിന്നെ സൈഡ് ബിസിനസ് ഒന്നുമില്ല. 2011 മാർച്ചിൽ ഞാനിവിടെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട MLA അന്ന് വരേണ്ടായിരുന്ന വക്കീൽ പണി ഒഴിവാക്കി. ചിലര് MLA ആയാലും വക്കീൽ പണി ഒരു സൈഡായിട്ട് തുടരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പല പണിയുണ്ട് ഇതിന്റെ ഇടയിൽ കൂടി നടത്താവുന്ന പണികൾ. ഇതിന്റെ ജോലി ഇത് തന്നെയാണ്. അത് ജനങ്ങളോട് ഇത് ഏറ്റെടുത്ത ഉത്തരവാദിത്വം എന്നുള്ളവർക്ക്
ഈ 14 കൊല്ലം ഞാൻ വേറൊരു പണിക്കും പോയിട്ടില്ല. സ്വാഭാവികമായിട്ട് പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് അവനവന്റെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില മീറ്റിങ്ങിനും പരിപാടികളൊക്കെ കൊണ്ടിരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഇതുമായി ബന്ധപ്പെട്ട സംഗതികൾക്ക് ചിലപ്പോൾ ചില സമ്മേളനങ്ങൾക്ക് പുറത്തൊക്കെ കൊണ്ടിരുന്നു. അതല്ലാത്ത ബാക്കി എല്ലാ സമയവും ഞാൻ മണ്ണാർക്കാട് തന്നെ ഉണ്ട്. അത് ജനമേൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം എന്നുള്ള നിലക്കാണ് 3 ടേമിലും ആ ഉത്തരവാദിത്തം നിർവഹിച്ചത്. ഒരാൾ ഉപദേശിച്ചാണ് MLAക്ക് ഒഴിവില്ലെങ്കിൽ ഓൺലൈനായിട്ടെങ്കിലും നടത്തിക്കൂടെയാണ്. ഓൺലൈനൊന്നും നടത്തണ്ട, ഓഫ്ലൈൻ നടത്താൻ തന്നെ ഞാനിവിടെ പിന്നുണ്ട്. പിന്നെ ഇതിലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതുവരെയൊന്നും ഈ ആക്രോശം ഉണ്ടായിരുന്നില്ല. ഇനി ഇലക്ഷന് വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പൊ അതിന്റെ ഒരു അസ്ഥ്യതയാണ് ഈ കാണുന്നത്. പക്ഷെ അതൊക്കെ ഇങ്ങനെയാണോ പ്രകടിപ്പിക്കുക? ഈ ഒരു നിർമ്മാണം നടക്കുന്ന റോട്ടിൽ മഴ പെയ്ത് വെള്ളം ഉണ്ടായാൽ അല്ലെങ്കിൽ അതിൽ മണ്ണിടാൻ 2 ദിവസം വൈകിയാൽ അത് ചൂണ്ടിക്കാണിച്ചതാ MLA. പിന്നെ അതിൽ പറയണമെന്ന് വെച്ചാൽ രാജിവെക്ക്, പുറത്തു പോകുന്നൊക്കെയാണ് മുദ്രാവാക്യം. അല്ല, അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. ആദ്യം ഇതിൽ പ്രധാന കുറ്റവാളികളൊക്കെ രാജിവെച്ചിട്ട് ബാക്കി നമുക്ക് ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണം, മന്ത്രിമാര് രാജിവെക്കണം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിൽ നമ്മളെ വല്ല വീഴ്ച ഉണ്ടെങ്കിൽ മതിയല്ലോ. അപ്പൊ ആദ്യം ഒന്ന് അവരോട് പറയും. ആദ്യം ഒന്ന് അവരോട് പറഞ്ഞിട്ട് അവരൊക്കെ ആ പണിയെടുത്തതിന് ശേഷം പിന്നെ അതിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ കാര്യത്തിൽ ഈ 2 റോഡുകളോ മറ്റേത് വികസനത്തിന്റെ കാര്യത്തിൽ ഒരു MLA എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്റെ റോള് വഹിച്ചില്ല എന്ന് ആർക്കെങ്കിലും ഒരു വാദം ഉണ്ടെങ്കിൽ ഒരു പരസ്യ സംവാദത്തിന് ഞാൻ തയ്യാറാണ്. ഈ 2 റോഡായാലും വേറെ ഏത് വർക്കാലും എടുത്തോ, ഞാൻ ചെയ്ത പണികൾ അത് പിന്നെ പ്രകടനത്തിൽ ഉത്തരവാദിത്തം വിളിക്കുന്ന കാര്യമല്ല. MLA ചെയ്യേണ്ട പണി MLAക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മന്ത്രിന്റെ പണി MLAക്ക് എടുക്കാൻ പറ്റില്ല, മന്ത്രിയോട് പറയാനേ പറ്റുള്ളൂ. അപ്പോ വകുപ്പിനെ നിയന്ത്രിക്കേണ്ടത് മന്ത്രിയാണ്, മന്ത്രിമാരെ നിയന്ത്രിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ജനപ്രതിനിധിയുടെ റോൾ എന്താണ്? ഇതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. അട്ടപ്പാടി റോഡ് നിർദ്ദേശം വെച്ച് ഞാനാണ്. മേലാറ്റൂർ റോഡ് ഈ രൂപത്തിൽ നിർദ്ദേശം വെച്ച് കൊണ്ടുവന്നത് നമ്മളാണ്. പക്ഷെ അതിന്റെ വർക്ക് നടത്തിക്കേണ്ടത് എക്സിക്യൂട്ടീവാണ്. ഇവിടെ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഒക്കെ ഉണ്ട്. അതിൽ എക്സിക്യൂട്ടീവാണ്. എക്സിക്യൂട്ടീവിന്റെ ഹെഡ് മന്ത്രിയാണ്. അല്ലാതെ അവരെ നമ്മൾ വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ കഴിയില്ല. പറയാൻ പറ്റും, വിമർശിക്കാൻ പറ്റും, അവർക്കെതിരെ പരാതി കൊടുക്കാൻ പറ്റും, അതിലൊക്കെ ചിലപ്പോൾ നടപടി ഉണ്ടാവും. അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അവരാരുടെ കൺട്രോളാണ്? മന്ത്രിയുടെ കൺട്രോളാണ്, ഗവൺമെന്റിന്റെ കൺട്രോളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പുതിയ വാദങ്ങളൊന്നും ഉന്നയിച്ചു വരില്ല. അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം ഞാൻ പറയാനുള്ളൂ, ഈ മണ്ഡലത്തിലെ എല്ലാ മന്ത്രിമാരുടെയും ചുമതല MLA അതൊക്കെ ചെയ്യേണ്ടത്. മന്ത്രിമാർക്ക് ഒരു പണിയില്ലെങ്കിൽ മന്ത്രിമാരുടെ ചുമതല ഞങ്ങൾ MLAമാർക്ക്. ഇതിപ്പോ ഈ അസുഖപ്പെടാൻ മാത്രമല്ല, ചില പ്രതിപക്ഷ MLAമാരുടെ മണ്ഡലത്തിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മന്ത്രിമാരുടെ ചുമതല ഒരു 2 മാസക്കാലത്തേക്ക് തന്നാൽ അട്ടപ്പാടി റോഡ് 2 മാസം കൊണ്ട് പണി ചെയ്യും. 1 കൊല്ലം കൊണ്ട് തീർക്കാന്ന് ഇവിടെ തന്നെ റിയാസ് വന്ന് പറഞ്ഞാണ് അല്ലെ. അപ്പൊ തീർക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ്, ഇടപെടാഞ്ഞിട്ടാണ്, സംവിധാനത്തിന്റെ പോരായ്മയാണ്, സിസ്റ്റം തകരാറിലാണ്. അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോരായ്മ ഉണ്ടെങ്കിൽ അത് ആ ചുമതല നമ്മളെ ഏൽപ്പിച്ചാൽ 2 മാസം കൊണ്ട് അട്ടപ്പാടി റോഡിന്റെ കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടത് പൂർത്തീകരിക്കാൻ സാധിക്കും. പിന്നെ MLA ഫണ്ടിന്റെ കാര്യത്തിൽ 100% വിനിയോഗിച്ചു എന്ന് പല വർഷങ്ങളിൽ പാലക്കാട് ജില്ലയിലും സംസ്ഥാനത്ത് 1ാം സ്ഥാനം കിട്ടിയത് നിങ്ങളൊക്കെ കണ്ടായിരിക്കും. പല ചാനലുകളുടെ സർവേ നടന്നിട്ടുണ്ട്. 100% ഫണ്ട് വിനിയോഗിച്ച MLA ഫണ്ട് വിനിയോഗിച്ച MLA മണ്ണാർക്കാട്ടുകാരുടെ MLA. അത് ഞാൻ എന്റെ പണിയാണത്, അത് ചെയ്യുന്നത്. അതിന്റെ 1 ഉറുപ്പ്യ ലാപ്സാക്കുക എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലക്കാരോട് ചെയ്യുന്നത് തെറ്റാണ്. അത് ഉണ്ടായിട്ടില്ല. പല സമയത്ത് നമ്മൾ 1ാം സ്ഥാനത്ത് തന്നെ ആ കാര്യത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള നടക്കുന്നത് ഇപ്പൊ ഇതാണ്, സ്വന്തം ഭരണ നേതൃത്വത്തിന്റെ പോരായ്മക്ക് അത് MLAന്റെ തലയിലിട്ടിട്ട് ആഘോഷമാക്കാൻ നോക്കുക. അപ്പൊ അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ മണ്ണാർക്കാട്ടെ ജനങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണത്, നമുക്ക് എല്ലാ സൗഹൃദത്തിലും പോകാം. രാഷ്ട്രീയം പറഞ്ഞു വന്നു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നയവും നിലപാടും സമീപനം വെച്ച് പ്രസംഗിക്കുക, ഞങ്ങൾ ഞങ്ങളെ കാര്യങ്ങൾ വിശദീകരിക്കുക. ജനം അതിൽ നിന്ന് ചൂസ് ചെയ്യും. ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ പണി കഴിഞ്ഞ് പോയിട്ടുള്ളൂ. അല്ലാതെ അതിനിങ്ങനെ ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് എടുത്തിരുന്ന് വെച്ചിട്ട് ആകെ ബഹളുണ്ടാക്കി മനുഷ്യന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത കാര്യങ്ങൾ പറഞ്ഞ് ബഹളുണ്ടാക്കി, അതിൽ അർത്ഥമില്ല. നമുക്ക് ബഹളമല്ല ആവശ്യം, പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാനാണ് ആവശ്യം. അപ്പോൾ ഗവൺമെന്റിൽ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ 2 റോഡിന്റെയും പ്രയാസങ്ങൾ ലഘൂകരിച്ച് പണി പൂർത്തീകരിച്ചാൽ ഇങ്ങനെ ഈ പെട്ടെന്ന് ഓർമ്മ നഷ്ടപ്പെട്ടു പോരുത് കേട്ടോ. അപ്പൊ ഈ പയ്യനടം റോഡിലൊക്കെ ഞാൻ അനുഭവിച്ച അത്രയുണ്ട്. ഇപ്പോഴായി കൂടി പോകുമ്പോഴോ അല്ലെങ്കിൽ ആ റോഡ് ഉപയോഗിക്കണോരോ ഓർമ്മ നഷ്ടപ്പെടാണ്. എന്താ കാരണം? ഒരു കാര്യവുമില്ലാതെ കിഫ്ബിയുടെ കൊള്ളരുതായ്മയായിരുന്നു. അനാവശ്യമായിട്ട് ഒരാളെ ഉയരത്തിൽ ഡ്രൈനേജാണ് കെട്ടി നാട്ടുകാരെ മൊത്തം ബ്ലോക്കാക്കി. എന്നിട്ടോ ആ ഡ്രൈനേജ് പിന്നെ പൊളിക്കാൻ കിഫ്ബി തന്നെ പറഞ്ഞു, കരാറുകാരൻ പറഞ്ഞു പൈസ പൊളിക്കില്ലാന്ന്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അറിയാമല്ലോ. അപ്പൊ നിങ്ങളുടെ കൊള്ളരുതായ്മക്ക് MLAമാരും തലയിൽ വെക്കുക.
ആ പരിപാടി നിർത്തിയിട്ട് വികസന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും യോജിച്ച് നിൽക്കാനേ സഹകരിക്കാം. നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞ പണി അതിന്റെ ഒരു പകുതി സ്വരത്തിൽ നിങ്ങളുടെ നേതാക്കന്മാരോടൊന്ന് പറയൂ. അപ്പൊ ഇവിടെ പറയുന്ന 2 പാർട്ടികളായാലും മുഖ്യമന്ത്രിയും മന്ത്രിയൊക്കെ ഒരു പാർട്ടിയുടേതാണ്. അതുപോലെ തന്നെ മറ്റേ പാർട്ടിക്കും അത്ര മോശമില്ലാത്ത റോള് ഗവൺമെന്റിലുണ്ടല്ലോ. എന്നോട് കിടന്ന് ഈ ബഹളം വെക്കുന്നത് അവിടെ കൊണ്ട് പറഞ്ഞാൽ പോലെ. ഇപ്പോ വേറെ ഒരു സംഗതിയിലാണ്ട് വനം വകുപ്പിനെതിരെ ഒരു പ്രകടനം. അതില് പിന്നെ ഒന്നും MLA പറയുന്നില്ലല്ലോ. വനം വകുപ്പിനെ ആനനെയും പുലിനെയും നിയന്ത്രിക്കേണ്ടത് അത് ഫോറസ്റ്റർമാരാണ്. അത് MLA പോരായ്മ കൊണ്ടാണെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഒരു 2 തമ്മിൽ അല്ലേ, അവിടെ ഒരു 2 തോണ്ടല്. ഇത് ഇവരെ പാണക്കാട്ട് നല്ല തീരുമാനിക്കുന്നത്. അത് ആർക്കറിയാത്ത പാണക്കാട്ട് നല്ലല്ലോ തീരുമാനിക്കുന്നത്, ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്. പിന്നെ ഈ പൈസ കൊടുക്കുന്ന കാര്യത്തിൽ ഇടത്തനാട്ടുകാരെ 12 മണിക്കൂറിനുള്ളിൽ കൊടുത്തു. ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ പോരായ്മയാണ്. അവിടെ എന്നോട് പറഞ്ഞു ചെക്ക് റെഡിയാണ്, MLA അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഞാൻ ഇപ്പോഴും പറയുന്നത് ഒരു വന്യജീവി ആക്രമണത്തിലും അങ്ങനെയുള്ള രാഷ്ട്രീയത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല. പണി നടക്കുന്നോട് പോയിക്കുക, ചെക്ക് ഇന്റെ കൈ കൊണ്ട് കൊടുക്കുക, ബസ് പോകുമ്പോൾ ആദ്യത്തെ ബസ്സിൽ കയറിയിരിക്കുക, എന്നിട്ടൊക്കെ ഇതിൻ്റെതാക്കണമെന്ന് എനിക്ക് ഒരാവശ്യമില്ല. അന്ന് ഞാൻ അവിടെ ഉണ്ട്, എന്നോട് പറഞ്ഞു ചെക്ക് MLA ചെക്ക് റെഡിയാണ്, MLA കൊടുക്കണം. സ്വാഭാവികം ഗവൺമെന്റിന്റെ പ്രതിനിധികൾക്ക് MLA കൊടുക്കണം. അട്ടപ്പാടി കാര്യത്തിലും ഇതേപോലെ ഒരു എത്രയോ ചെക്കുകൾ ഞാൻ അട്ടപ്പാടി പോയി കൊടുത്തിട്ടുണ്ട്. അവർ വിളിക്കും. ഒരു സങ്കടം, ഒരു ദുഃഖം, ഒരു ദുരന്തം നടന്നിട്ട് നമ്മൾ പോകുക എന്നുള്ളതാണ്. നമ്മളുണ്ടെങ്കിൽ നമ്മളെ കൈയോട്ട് കൊടുക്കും. പിന്നെ ഇപ്പൊ ഇവിടെ 6 ദിവസം വൈകി അതില് എന്റെ സമയം നാളും കാത്തു നിന്നാണ്. ഒരിക്കലുമല്ല. ഞാൻ ഒരു ഉദ്യോഗസ്ഥരോട് എന്നെ കാത്തില്ല. ഞാൻ വരുന്ന സമയത്താണെങ്കിൽ ഞാൻ എന്റെ കൈകൊണ്ട് കൊടുക്കാന്നുള്ള നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോ ഇതൊക്കെ വേണത്ര ഇവർക്ക് ഡിപ്പാർട്ട്മെന്റ് എന്നെ ആൾക്ക് കൈമാറി എന്നതിന് തെളിവൊക്കെ വേണം. ആദ്യത്തെ 5 ലക്ഷം കൊടുക്കണേ. ഞാൻ ആരോടും പറഞ്ഞില്ല. ഇനി ഇതാ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു, ഇത്തരം കോമ്പൻസേഷനുകളൊന്നും എന്നെ കാത്തിക്കേണ്ട കാര്യമില്ല. ജനത്തിന് കിട്ടുന്ന കോമ്പൻസേഷൻ നിങ്ങൾ നേരിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാം. പിന്നെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരാണുള്ളതെന്ന് വെച്ചാൽ അവർ കൊടുത്തോട്ടെ. ഒക്കെ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ തന്നെയാണ്. അല്ലാതെ എന്നെ കാത്തു നിന്നിട്ട് ഇവിടെ ഒരാളുടെയും കോമ്പൻസേഷൻ വൈകിട്ടില്ല. എന്നിട്ട് അവിടെയും വെറുതെ ഒന്ന് അവിടെ MLA മാത്രമല്ല MP-നെയൊക്കെ പറഞ്ഞു ഇവരൊന്നും പിന്നെ എന്തൊക്കെയോ അതിനപ്പുറത്ത് പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. അത് ഓരോരുത്തരുടെ രീതിക്കനുസരിച്ചുള്ള പ്രയോഗങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നാട്ടുകാരറിയണം. ഞാൻ പറഞ്ഞാൽ ഇത് അവർക്കുള്ള മറുപടിയേ അല്ല. ഇതിങ്ങനെ വേറെന്തോ ഇവിടെ സംഭവിക്കുന്നുണ്ടെന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുക. അത് അങ്ങനെ നിങ്ങൾക്ക് ഈ മൈക്കും സംവിധാനം പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തുകൊണ്ട് കിട്ടും. അത് ഇപ്പുറത്ത് ഇതൊന്നും ഇല്ലാത്ത കുറെ പാവങ്ങളാണെന്ന് വിചാരിക്കണ്ട. അതേപോലെ പറഞ്ഞാൽ കഴിയും. അപ്പൊ ഏതായിരുന്നാലും ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പറയുന്നില്ല. ഈ 2 റോഡുകൾ സംബന്ധിച്ച വിഷയങ്ങൾ ഇതാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ളതായിട്ട് അവിടെ ഗവൺമെന്റിന്റെയും ഭാഗമാണ്. അവിടെ പറയുന്നത് അട്ടപ്പാടി റോഡിൽ ഇപ്പൊ ഈ മഴയുടെ ഒരു ശക്തമായ ഇത് കഴിയാതെ ബാക്കി കാര്യങ്ങൾക്ക് അവർക്ക് ചെയ്യാൻ കഴിയില്ല. ഏതായാലും ഇന്നലെ ട്രാൻസ്പോർട്ടബിൾ ആക്കിയിട്ടുണ്ട്. അവിടെ പിന്നെ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായിരുന്ന ആ ഭാഗത്തെ ചടിയൊക്കെ മാറ്റി അവിടെ നന്നായിട്ട് വെറ്റ് ഫിക്സ് ഇട്ട് ഇപ്പോൾ ട്രാൻസ്പോർട്ടബിൾ ആക്കിയിട്ടുണ്ട്. ഈ പിന്നെ മേലാറ്റൂർ റോഡിന്റെ കുഴി അടക്കാനും August-September നല്ല വർക്ക് നടത്താനും തയ്യാറാണ്. പിന്നെ ഇതന്നെ ഈ കരാറുകാരൻ അട്ടപ്പാടി റോഡിന്റെ കാര്യത്തിൽ ഒരിക്കലും പൊറുക്കാൻ വയ്യാത്ത തെറ്റാണ് ഈ കരാറുകാരൻ ചെയ്തത്. പറ്റിച്ചതാണ്. ഇവിടെ വന്ന് എല്ലാ ഷെഡ്യൂളും സംബന്ധിച്ച് പോയിട്ട് നമ്മൾ ഇതിന്റെ പിന്നാലെ നടന്നിട്ട് മഴക്ക് മുമ്പ് ഇത് തീർക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമം നടത്തിയാണ്. പക്ഷെ അങ്ങ് മുങ്ങാണ്. പിന്നെ അവന്റെ വാദം തന്നെ ജൂലൈ 21 വരെ എനിക്ക് സമയമുണ്ട്. ജൂലൈ 21 സമയം ഇപ്പൊ തീരും. ഗവൺമെന്റ് കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണം. കാരണം ചതി, വഞ്ചന അതിനൊക്കെ വകുപ്പുണ്ടെന്നേ. ഈ കരാറുകാർ തോന്നിയാസം കാണിച്ചാല് അതിനൊന്നും വകുപ്പില്ല എന്ന് വിചാരിക്കരുത്. അവരെ പുറത്താക്കലും കരിപ്പട്ടിക്കപ്പെടുത്തലും മാത്രം തന്നെ. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ഗവൺമെന്റുമായി ആ കരാറുകാരനുണ്ടാക്കിയ എഗ്രിമെന്റ് ഒരു പൊതുസമൂഹത്തിനെ ആകെ ബാധിക്കുന്നത്. ഇവരൊക്കെ ആ ജാതി ട്രീറ്റ്മെന്റാണ് ഗവൺമെന്റ് കൊടുക്കേണ്ടത്. അത് ഞങ്ങൾ ആരും എതിരില്ല, എവിടെയും ശുപാർശ അറിയില്ല. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെയാണ് അതിന്റെ ആവശ്യം. മണ്ഡലത്തിൽ ഈ കാര്യത്തിൽ നമുക്കത് സഹകരിച്ച് യോജിച്ചൊക്കെ പോകാം. അല്ലാതെ വെറുതെ പുകമറ സൃഷ്ടിക്കുന്നത് ശരിയാണ്. എന്നല്ലേ ഇനിയിപ്പം ഈ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കരാറുകാരൻ ഇനിയും സമയം EOT മേടിക്കാൻ പോകുന്നത് ആ ഒരു റീസൺ ആയിരിക്കും. ഹെവി റീസൺ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് നോട്ട് കംപ്ലീറ്റഡ്. അപ്പൊ അതിൽ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കാൻ എന്തെങ്കിലും അല്ല, യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് വരാനുള്ള കാരണം ഈ അലൈൻമെന്റ് മാറ്റിയതാണ്. ആദ്യം വെച്ച അലൈൻമെന്റിലുള്ള മരമൊക്കെ ഒരു പരിധിവരെ എല്ലാം വെട്ടി, 2 മരത്തെ മാറ്റി. കുറച്ച് വലിയ ശിഖരങ്ങളുള്ള 2 മരം അത് ഇപ്പൊ ചിലപ്പോൾ വെട്ടിയിരുന്നാണ്. ഇതിനിടയിൽ മീറ്റിംഗ് ചേർന്നപ്പോൾ അത് മാത്രമാണ് വന്നത്. പിന്നെ ഇപ്പൊ റോഡ് പോയിരുന്ന ഭാഗം അവർ അതുകൊണ്ട് വന്ന പുതിയ സംഗതിയാണ്.
അപ്പൊ അത് കളക്ടറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട്. അതായത് ലേലം ചെയ്യണം, ടെൻഡർ ചെയ്യണം, എന്നിട്ട് അത് വെട്ടിയിടണം, അതിന്റെ ചെലവ് ഇതൊക്കെയായിട്ട് ചില നിയമങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ്. അതിൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, അലൈൻമെന്റ് മാറ്റാതെ ആദ്യം റോഡ് ശരിയാക്കണം, എന്നിട്ട് നിങ്ങൾ പിന്നീട് വേണമെങ്കിൽ അത് സാധ്യമാവുമെങ്കിൽ ചെയ്താൽ മതി. അലൈൻമെന്റ് മാറ്റണമെന്നോ ഇങ്ങനെ അമിത സ്റ്റാൻഡേർഡ് വേണമെന്നോ നാട്ടുകാർക്ക് യാതൊരു അഭിപ്രായമില്ല. നാട്ടുകാർക്ക് നല്ല ടാറിട്ട റോഡ് കിട്ടിയാണ്. ഇത് നിങ്ങളാണ് പറയുന്നത് ഇതിങ്ങനെ 100 കൊല്ലം നിൽക്കണം, അപ്പൊ അതിനിങ്ങനെ മാറ്റണം, ഓവർ സ്റ്റാൻഡേർഡ് വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ റോഡ് നേരാവണ്ണം ചെയ്യാണ്ടെങ്കിൽ 50-60 കോടി ഉണ്ടെങ്കിൽ ആനക്കട്ടി ഇവിടെ സുഖമായിട്ട് നല്ല രീതിയിൽ റെഫറൈസ് ചെയ്യാം. ആ സ്ഥലത്താണ് ഇവിടെ 150 കോടി ഈ ചെലവഴിക്കുന്നത്. ഇപ്പൊ പയ്യനടം റോഡ് പോലെ 21 കോടിയായിരുന്നു എമൗണ്ട്. നമ്മളാരും പറഞ്ഞതല്ല, ഇത് കിഫ്ബി ഇങ്ങനെയാണ് വർക്ക്, ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇങ്ങനെയാണ്. ഇപ്പൊ അതാ മേലാറ്റൂർ റോഡിൽ ആളുകൾക്ക് ആക്ഷേപമുണ്ട്, വീതി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ കിഫ്ബിയുടെ രീതി എങ്ങനെയാണ്? ടാർ പോർഷൻ തീരുന്നെടുത്ത് ഡ്രൈനേജ്, ആ ബാക്കി സ്ഥലം റോഡിന്റെ ആയിട്ട് തന്നെ അവിടെ കിടക്കും. അപ്പൊ ആളുകൾ ചോദിക്കുന്ന ഒരുപാട് ചോദ്യമുണ്ട്. കാരണം അവിടെ ഒരു വണ്ടി സൈഡാക്കാൻ പറ്റില്ല, ഇത് ഡ്രൈനേജ് പൊന്തി വെക്കല്ലേ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനവർ പറഞ്ഞത് ചിലയിടത്ത് ഡ്രൈനേജ് താത്തി തരാം, കുറച്ച് ഭാഗത്തെങ്കിലും ഈ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരാം എന്നൊക്കെ പറയുന്നു. ഏതായിരുന്നാലും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് വൈകുന്നേരം ചെയ്തു. അതാണ് മാറ്റം. ചിറപ്പാടത്തുനിന്ന് നടക്കട്ടെ, റോഡ് നന്നാക്കണം, റോഡ് നന്നായിട്ട് അറിയാം. ഇതിപ്പോ ഈ പറഞ്ഞ പ്രശ്നമൊക്കെ വരും. മരത്തിന് ആള് വരാത്ത പ്രശ്നമുണ്ട്, മരം വെട്ടിയിട്ട് എടുക്കാൻ ലേലത്തിന് ആള് വരുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. ഏതായിരുന്നാലും ആ കാര്യങ്ങളൊക്കെ സ്പീഡാക്കാം. ഞാൻ നിങ്ങളത് മറന്നു പോയിട്ടാണ്. ആദ്യം ഇതിൽ സമരം നടത്തിയത് നടന്നിട്ട് മുക്കാലി മുതൽ പിന്നെ ആനമൂടി വരെ ചുരം മുഴുവൻ നടന്നിട്ട് എന്റെ ഈ ടൈമിൽ. കാരണം ഈ റോഡ് ഇങ്ങനെ അനിശ്ചിതത്വമായിട്ട് കിടക്കുകയാണ്. ഇതൊന്ന് പൊടി തട്ടി ഈ കാര്യങ്ങളെല്ലാം പരിഹരിച്ച് കൊണ്ടുവരാൻ ഒരുപാട് അധ്വാനം ഉണ്ടായിട്ടുണ്ട്. ആ സമരം നടത്തി അതിനുശേഷം നിരവധി തവണ അസംബ്ലിയിൽ പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ കിഫ്ബിയുടെ ഒരു രീതി ഇങ്ങനെയാണെന്നുള്ളതാണ്. വൈകും, വല്ലാതെ വൈകും. 2017 ലിസ്റ്റിൽ വന്നു. പണികൾ തുടങ്ങുന്ന 21-ന് ശേഷം. ഏതായിരുന്നാലും ഇപ്പൊ 2-3 ഘട്ടവും മുക്കാലിയിൽ പിന്നെ ആനമോളിയിൽ നിന്ന് മുക്കാലി വരെയും മുക്കാലിയിൽ നിന്ന് ആനക്കട്ടി വരെയുള്ളവർക്ക് എഗ്രിമെന്റ് ആയ മറ്റേ ടെൻഡർ ഏറ്റെടുത്തിട്ടുണ്ട്. തെരോത്ത് എന്ന് പറയുന്ന ഒരു പിന്നെ ബിൽഡേഴ്സാണ്, മറ്റേതൊരു മാളിയേക്കൽ കൺസ്ട്രക്ഷൻ. ഇതിന് 2 കൂട്ടരും 2 പോർഷനും ഏറ്റെടുത്തിട്ടുണ്ട്. സൈമൾട്ടാനിയസ് ആയിട്ട് അറ്റ് എ ടൈം തന്നെ 2 വർക്കും നടത്താം. ഒന്ന് കഴിഞ്ഞിട്ട് 3 വർക്കും നടത്താം. ഒരേ സമയം 3 റീച്ച് നടത്താം. അപ്പൊ അതിനു കൂടിയുള്ളൊരു ഇടപെടൽ നമ്മുടെ ഭാഗത്തുണ്ടാവും. ഷംസുഖ, ഈ മെയിൻ്റനൻസ് കോസ്റ്റ് ഇപ്പോഴും ഈ മറ്റേ ഈ കോൺട്രാക്ടറുടെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ ഈടാക്കുന്നത്? ഇപ്പൊ നടക്കണം വരും ഇതിന് ഇപ്പൊ ഗതാഗതമൊക്കെ താൽക്കാലികമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതോ ഈ ഫണ്ടിൽ നിന്ന് പോകും? ഇത് മൊത്തം പിന്നീട് ബില്ല് കൊടുക്കും, എന്നിട്ട് ഇതിനു വേണ്ടി ചെയ്ത മെയിൻ്റനൻസ് ആണ് അത്. അല്ല, ഷംസുഖ നേരത്തെ പറഞ്ഞത് അയാളെ പേഴ്സണലായിട്ട് അയാളെ കയ്യിൽ നിന്ന് ഈടാക്കണം എന്ന് പറഞ്ഞിരുന്നു. ഈടാക്കണം, ശരിക്കും ഈ വൈകിച്ചതിന് അയാളിൽ നിന്ന് ഈടാക്കണം. അത് അവര് ഈ ഇവരോട് പറയും ഇത് ചെയ്യാൻ. ഈ സമ്മതം കൊടുത്ത് ചെയ്യുന്നതിന് പിന്നെ അവർ അംഗീകരിച്ചു. അതാണ്ടാവില്ല സാറേ. ഈ സോഷ്യൽ ഫോറസ്ട്രി അവരുടെ റിസ്ക് ഫാക്ടർ കാണാതെയാണ് ഈ മരത്തിന് റേറ്റ് ഇടുക. അപ്പൊ പൊതുവെ അതാണ് ഈ ലേലം നടക്കാതെ തന്നെ. അപ്പൊ അതിന്റെ ഭാഗത്ത് അതിനെടുത്ത ആർക്കും മുതലാവില്ല, എടുത്ത ആൾ മുതലുണ്ട്. അതാണ് അതിന്റെ പ്രധാന പ്രശ്നം. അപ്പൊ ആ റിസ്ക് ഫാക്ടർ കാണാതെ അവർ റേറ്റ് എടുക്കും. അതായത് വലിയ ഹെവി ടെൻഷൻ ലൈൻ പോണിട്ട് താഴെ കൊണ്ടിട്ട് മരത്തിന് വേണ്ടിയിട്ട് അത് വെട്ടുന്നതിന് റിസ്ക് ഉണ്ട്. സർക്കാർ സംവിധാനം ഇതിൽ കാര്യക്ഷമമാണ്. ഇതിപ്പോ നമ്മള് പരാതി കൊടുത്തപ്പോൾ അവരെ വിളിച്ചിട്ട് ട്രാൻസ്പോർട്ടബിൾ ആക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അട്ടപ്പാടിയിലേക്ക് പോകുന്ന ഏക റോഡാണ്. എന്റെ പരാതി ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഏക റോഡ് ട്രാൻസ്പോർട്ടബിൾ അല്ലാതെ കിടന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കിഫ്ബി മനസ്സിലാക്കട്ടെ, KRFB മനസ്സിലാക്കട്ടെ, പോലെ അത് റിപ്പോർട്ട് ചെയ്യുന്നു. പരാതി കൊടുത്തപ്പോൾ വന്ന് കാര്യങ്ങൾ പരിഹരിച്ചു. അപ്പൊ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരാതി കൊടുക്കാനും പരിഹരിക്കാനുള്ള ശാശ്വതമായ പരിഹാരമാണ്. അതിനെന്താ റോഡ് പണി പൂർത്തിയാക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കേരളത്തിൽ. ഒരു സൈറ്റ് എഞ്ചിനീയർ ഫുൾ ടൈം അവിടെ ഉണ്ടാവും. AEC മുതൽ ഈ വരെ ഈ റോഡിലുണ്ട്. അപ്പൊ അവരുടെ ഒരു വീഴ്ചകളൊക്കെ നല്ലോണം ഉണ്ട്. അവരാണ് സമയാസമയങ്ങളിൽ ഇതിൽ ചെയ്യേണ്ടത്. ഈ മഴ വരുന്നതിന് മുമ്പ് ഞാനിതിൽ കണ്ട ആശങ്ക ഇതൊക്കെ ഇതേമാതിരി വരുമെന്ന് മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ടാണ് മഴയ്ക്ക് മുമ്പ് ആനമൂടി വരെ ടാറിങ് പൂർത്തിയാവണം എന്ന് വാശി പിടിച്ചതിന് പിന്നാലെ നടന്നത്. അവിടെയാണ് കരാറുകാരൻ നമ്മളെ പറ്റിച്ചത്.
നമ്മളായിട്ടുള്ള അഗ്രിമെന്റ് പ്രകാരം ഏപ്രിൽ 20 ചെറുപ്പാടപ്പന്റെ ടാറിംഗ് കഴിയും. മെയ് 31 ഉള്ളില് ആനമുടി വരെ ടാറിംഗ് കഴിയും. മറ്റു വർക്കുകൾ ബാക്കി ഉണ്ടാവും, ഡ്രൈനേജിന്റെ വർക്കും ഇതൊക്കെ ബാക്കി ഉണ്ടാവും. പക്ഷെ ഈ ടാറിംഗ് കഴിഞ്ഞാൽ റോഡ് ട്രാൻസ്പോർട്ടബിൾ ആയല്ലോ. റോഡ് കട്ടിങ് ചെയ്യേണ്ട എന്തായാലും KRP പെർമിഷൻ കൊടുക്കാതെ, ഈ AXC പെർമിഷൻ കൊടുക്കാതെ റോഡ് കട്ട് ചെയ്യില്ല. അപ്പൊ ഈ ഒരു മഴയ്ക്ക് മുന്നേ വന്നിട്ട് ആ അത്ര കട്ട് ചെയ്ത് വെച്ച് ചെറുപ്പാടത്തുള്ള ചളിയൊന്നും ന്യായീകരിക്കാൻ കഴിയില്ല. പിന്നെ അവിടുത്തെ ഒരു അപ്പുറം പാടശേഖരങ്ങളാണ്, വെറ്റ് ആയിട്ടുള്ള നനഞ്ഞ മണ്ണാണ്. അതാണ് ചെറുപ്പാടം. അപ്പൊ അത് മുൻകൂട്ടി കാണണം. അത് എഞ്ചിനീയറുടെ പണിയാണ്. ഇത് മഴ ചെയ്ത് അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് അവർ മുൻകൂട്ടി കാണണം. നമ്മൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതായത് സൈറ്റിന്റെ മുഴുവൻ സമയം അവിടെ ഡിപ്പാർട്ട്മെന്റ് ഒരു എഞ്ചിനീയർ മുഴുവൻ സമയം AXC മേൽനോട്ടം, ഈ ഷൊർണൂരിൽ നിന്ന് മേൽനോട്ടം നടത്തുന്നു. അത്ര എഞ്ചിനീയേഴ്സിനായിട്ടാണ് ഈ പണി ഒപ്പിച്ചു വെച്ചത്. ഗവൺമെന്റ് സംവിധാനം കാര്യക്ഷമമല്ല. ഇങ്ങനെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കേണ്ടത് അല്ലേ? അല്ല, ഈ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ സൈറ്റിൽ എഞ്ചിനീയർ ഉണ്ട്, അതിന് AXC ഉണ്ട്, ഉണ്ട്. ഇവരടുത്തൊക്കെ വന്ന വീഴ്ചകൾ പരിശോധിക്കണം. അവരെ സസ്പെൻഡ് ചെയ്യേണ്ടതും പുറത്താക്കേണ്ടതൊക്കെ ഗവൺമെന്റാണ്. അപ്പോഴേ മറ്റുള്ളവർക്ക് ഒരു പേടി ഉണ്ടാവുള്ളൂ. എങ്ങനെ നടത്തിയാലും ഞങ്ങൾക്ക് ശമ്പളം കിട്ടുമെന്ന് വന്നാൽ പിന്നെ ആ രൂപത്തിലേ നടത്തുള്ളൂ. അപ്പൊ അതൊക്കെ ഗവൺമെന്റ് സംവിധാനം, സിസ്റ്റം തകരാറിലാണ്. സിസ്റ്റം കറക്റ്റ് ചെയ്യണം. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നടപടി ഞാനായിട്ട് എവിടെയും ഫ്ലെക്സ് ബോർഡ് കൊണ്ടുപോയിട്ടില്ല. ഓരോ പരിപാടി ഉണ്ടാവും. പരിപാടിക്ക് എല്ലാവരുടെയും പിന്നെ ആ പരിപാടിന്റെ ഒരു പ്രോഗ്രാം ബോർഡ് ഉണ്ടാവും. അതാണ് ഈ പറയുന്നത്. നമ്മൾ നാഷണൽ ഹൈവേ മുഴുവൻ 150 കോടി ചെലവാക്കിയിട്ട് ബോർഡിങ്സ് വെച്ചിട്ടില്ല. ഇവിടെ നടക്കുന്ന പരിപാടിക്ക് അത് ഏറ്റവും ലാസ്റ്റ് എന്താ ലൈറ്റിന്റെ ബോർഡ്. ആ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മത്തിന് ഓരോ ലൈറ്റിന്റെ ഈ 2 ബോർഡുകൾ അതിന്റെ സംഘാടക സമിതിക്കാരെ വെച്ചിട്ടുണ്ട്. അത് പിന്നെ അതാണ് പറഞ്ഞ വിഷയം. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന ഈ പദ്ധതിക്കൊക്കെ മുടങ്ങിപ്പോയ പദ്ധതിക്കടക്കം ഇവരാണ് ആദ്യം ചാടിക്കൽ പോലും, ഞാനല്ല. നമുക്കിനിയിപ്പോൾ അങ്ങനെ ബോർഡ് വെച്ചിട്ട് മണ്ണാർക്കാട്ട് പേരുണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വെച്ച ബോർഡല്ല, ഇതൊക്കെ പ്രോഗ്രാമിൽ ഉണ്ടാകുന്ന ബോർഡുകൾ. ഈ മാർച്ച് 31 ഡേറ്റിന് ശേഷം 3 മാസം നീട്ടി കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് സ്ഥലം MLA ചോദിക്കാതെ നമ്മളോട് ചോദിക്കുകയോ പെർമിഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ വിമർശിക്കുന്നത്. ജൂലൈ 30 ശേഷം സ്വാഭാവികമായിട്ട് ഇന്നലെ കേരളത്തിന്റെ ഒരു വിശദീകരണം ഡിസംബറോടുകൂടി പണി പൂർത്തിയാക്കും. അപ്പൊ അത് നീളാൻ പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴ പ്രശ്നമാണ് കേരളത്തിൽ. ഈ കരാറുകാരാണെങ്കിൽ ഡിസംബർ 30 ഈ രീതിയിൽ ചെയ്യുന്ന ഒരാള് ഞാൻ പറഞ്ഞില്ല. അന്ന് പിന്നെ നമ്മളെ ഇടപെടലൊന്നും പോരാഞ്ഞിട്ട് റിയാസിനെ നേരിട്ട് കൊണ്ടുവന്നു, റോഡ് സന്ദർശിച്ചു. അന്ന് റിയാസ് പറഞ്ഞത് 1 കൊല്ലമാണ് മന്ത്രി. സൂര്യബന്ധത്തിലാണ് പേര് വെച്ചത്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വന്നതും സന്ദർശിച്ചതും ഞാൻ 3 മാസം കൂടുമ്പോൾ പ്രത്യേക മോണിറ്ററിംഗ് ചെയ്യും. ഇതിന്റെ പ്രത്യേക മോണിറ്ററിംഗിൽ ഈ പണി പൂർത്തിയാക്കുന്നതാണ് അന്ന് പറഞ്ഞത്. ഇവിടെ നമ്മളെ മേൽ കുതിര കയറുമ്പോൾ ഇതൊക്കെ ചോദിക്കാലോ.